ഇല്ലാത്ത വരയ്ക്കാൻ നോക്കട്ടെ. അജ്മലില്ല, ആദിലില്ല, അജ്മൽ, ആദിൽ ആൻഡ് അരവിന്ദ്. അജ്മൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻസ് ആയിരുന്നു. പറയുന്നത് കേൾക്കുന്നില്ലേ? Yes, ma'am. Construction of DC machines ആയിരുന്നു. Okay, which are the main parts of DC machine, Devika? Yoke or frame, field winding. കേട്ടില്ല? Yoke or frame, then field system. കേൾക്കുന്നില്ലല്ലോ, പറഞ്ഞു. ഏതൊക്കെയാണ് DC മെഷീന്റെ മെയിൻ പാർട്സ്? First one, yoke or frame. Yoke or frame. Then field system. Field system. Armature, commutator, brush, അതൊക്കെയായിരുന്നു മെയിൻ പാർട്സ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഫാരഡേസ് ലോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാരഡേസ് ലോ വെച്ച് നമുക്കൊരു എന്തൊക്കെ മെയിൻ ആയിട്ട് എന്താ വേണ്ടത്, മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ഫീൽഡ് സിസ്റ്റവും ആർമച്ചറും ആണ് മെയിൻ പാർട്സ്. പിന്നെ അതിന്റെ ബാക്കി ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രാ വേണ്ടതൊക്കെയാണ് ബാക്കി പാർട്സ്. ഓക്കെ, മെയിൻ പാർട്സ് ഓഫ് എ DC മെഷീൻ ആണ് ഫീൽഡ് സിസ്റ്റം ആൻഡ് ആർമച്ചർ. കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻ എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫിഗർ വരച്ചിട്ട്, ആ കൺസ്ട്രക്ഷന്റെ ഫിഗർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഓരോ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ DC മെഷീൻ രണ്ട് പാർട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫീൽഡ് സിസ്റ്റവും മറ്റേ ആർമച്ചർ. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, ഫീൽഡ് സിസ്റ്റം എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. മറ്റേ പോൾസ് എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. അതിനുള്ളിലായിരിക്കും എന്ത് റൊട്ടേറ്റ് ചെയ്യുക? ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫീൽഡ് സിസ്റ്റത്തെ ഒരു DC മെഷീന്റെ സ്റ്റേറ്റർ എന്ന് പറയാം. സ്റ്റേറ്റർ മീൻസ് സ്റ്റേഷനറി പാർട്ട്. അപ്പൊ ഒരു DC മെഷീന്റെ സ്റ്റേഷനറി പാർട്ടാണ് എന്ത്? ഫീൽഡ് സിസ്റ്റം. സോ ഫീൽഡ് സിസ്റ്റം ഈസ് ദ സ്റ്റേറ്റർ ഓഫ് എ DC മെഷീൻ. ഫീൽഡ് സിസ്റ്റം ഈസ് ദ സ്റ്റേറ്റർ. അപ്പം ഒന്ന് സ്റ്റേഷനറി ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? നമുക്കറിയാം, കണ്ടക്ടർ കട്ട്സ് എ ഫ്ലെക്സ്. ഫ്ലെക്സിനെ കട്ട് ചെയ്യണമെങ്കിൽ അടുത്തത് എന്താ? മൂവിങ് ആയിരിക്കണം. സോ റോട്ടർ ഈസ് ദ ആർമച്ചർ. അപ്പൊ ഒരു DC മെഷീന്റെ സ്റ്റേറ്റർ എന്നുള്ളത് ഫീൽഡ് സിസ്റ്റവും റോട്ടർ എന്നുള്ളത് എന്തായിരിക്കും? ആർമച്ചറും ആയിരിക്കും. അത് മറക്കരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർമച്ചറിന്റെ കാര്യമാണ്, ഡീറ്റെയിൽഡ് ആയിട്ട്. ആർമച്ചർ വൈൻഡിങ്. ഓക്കെ, അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്, ആർമച്ചർ വൈൻഡിങ്. അപ്പൊ നമുക്കറിയാം, ആർമച്ചർ എന്ന് പറഞ്ഞാല് ഒരു DC മെഷീന്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഓക്കെ, ആ റൊട്ടേറ്റിംഗ് പാർട്ട് നമ്മൾ എന്താ ആർമച്ചർ എന്ന് ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർമച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ പാർട്ട് and it is having slots on its outer periphery. അതിന്റെ പുറത്ത് എന്തുണ്ടാവും? സ്ലോട്ട്സ് ഉണ്ടാവും. സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെഡ്ജ്. അതിനുള്ളിലായിരിക്കും നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുക? ആർമച്ചർ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ആർമച്ചർ കണ്ടക്ടേഴ്സ് ഒരുപാട് സ്ലോട്ട്സ് ഉണ്ടാവും. അപ്പൊ ഓരോ DC മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഓരോ മെഷീനും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് എത്ര ഔട്ട്പുട്ട് വേണം, അല്ലെങ്കിൽ എത്ര ലോഡിനെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെയുള്ള അനുസരിച്ചായിരിക്കും ആർമച്ചർ കണ്ടക്ടേഴ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾ മെഷീൻ ഡിസൈൻ എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കും, 7th സെമ്മോ 6th സെമ്മോ ഒക്കെ പഠിക്കും. അപ്പോ ഈ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്നുള്ളത്, ഈ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഈ സ്ലോട്ട്സിൽ വെച്ചേക്കുന്നത് ഡിഫറെന്റ് ഫാഷനിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആയിരിക്കും. അപ്പൊ അതിനാണ് പറയുന്നത് വൈൻഡിങ്, ആർമച്ചർ വൈൻഡിങ്. അപ്പൊ ഈ കണ്ടക്ടേഴ്സിന്റെ അസംബ്ലി ആണ് ആർമച്ചർ വൈൻഡിങ്. ഒന്നോ രണ്ടോ ഒന്നും അല്ല. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയും ഇറ്റ് ഈസ് ഹാവിംഗ് 480 കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ 1000 കണ്ടക്ടേഴ്സ്. ഒരുപാട് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ കണ്ടക്ടേഴ്സ് ഈ ആർമച്ചർ എന്ന് ഞാൻ പറഞ്ഞു, ഒരു എന്താ പറയാ, ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിന്റെ പുറത്ത് ഇതുപോലെ സ്ലോട്ട്സ് ഉണ്ടാവും. ആ സ്ലോട്ട്സിലായിട്ട് നമ്മൾ ഈ വൈൻഡിങ് വെച്ചേക്കുന്നത്. അപ്പൊ ഒരു സ്ലോട്ടിൽ എത്ര വൈൻഡിങ് വെച്ചേക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് സിംഗിൾ ലെയർ വൈൻഡിങ് ഉണ്ട്, ഡബിൾ ലെയർ വൈൻഡിങ് ഉണ്ട്. ഓക്കെ,
അപ്പൊ എത്ര കണ്ടക്ടേഴ്സ് വെച്ചേക്കുന്നത്, അതെങ്ങനെയാണ് വെച്ചേക്കുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം വെറുതെ അങ്ങ് ചുറ്റിയാൽ പോരാ. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാകും ഫാനൊക്കെ ഫാനിന്റെ ഒക്കെ വൈൻഡിങ്സ്, പിന്നെ മിക്സിയുടെ ഒക്കെ വൈൻഡിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. വീട്ടിലൊക്കെ ഇതൊക്കെ അഴിച്ചു നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ DC മെഷീന്റെ വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ കോപ്പർ കണ്ടക്ടേഴ്സ് ആണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെക്കാൻ പറ്റില്ല. ഓരോ മെഷീനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ആയിരിക്കും നമ്മൾ വൈൻഡിങ് പ്ലേസ് ചെയ്തേക്കുന്നത്. എന്നാലേ നമ്മുടെ റിക്വയർഡ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഓരോ സ്പെസിഫിക്കേഷൻസ് ആണ്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഫിഗർ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇപ്പൊ ആരാ വന്നത്? ഒരാൾ എക്സ്ട്രാ വന്നു. അജ്മൽ എന്ത് പറ്റി ലേറ്റ് ആയത്? അജ്മൽ എന്ത് കിട്ടില്ല? ലിങ്കോ? ലിങ്ക് എല്ലാ ദിവസവും സെയിം ലിങ്ക് ആണല്ലോ. DC മെഷീൻ കഴിയുന്ന വരെ ഇതേ ലിങ്ക് ആയിരിക്കും. ഓക്കെ, ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് എ സെക്കൻഡ്. എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടാവും അപ്പം സ്റ്റോപ്പ് ചെയ്തോണം, കാര്യം ചോദിച്ചോണം. ഓക്കെ, നമുക്ക് കുറച്ച് ബേസിക്സ് കണ്ടിട്ട്, ഇത് കൂടുതൽ കാണാനുള്ളത് എന്തൊക്കെയാണ് കണ്ടിട്ട് നമുക്ക് പിന്നെ വരാം, ബോർഡിൽ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Yes, miss. ഓക്കെ. ദിസ് ഈസ് ദ ആർമേച്ചർ വൈൻഡിങ്. നിങ്ങൾ കാണുന്നുണ്ടാവും. നോക്കിക്കോളൂ, ഇതാണ് ആർമേച്ചർ വൈൻഡിങ്, ഇതാണ് സ്ലോട്ട്സ്. ആർമേച്ചർ ഇതാണ്, ഈ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് ആർമേച്ചർ. അതിന്റെ പുറത്ത് സ്ലോട്ട്സ് ഉണ്ട്. ആ സ്ലോട്ട്സിലാണ് നമ്മൾ ഈ ആർമേച്ചർ വൈൻഡിങ് പ്ലേസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് വൈൻഡിങ്, ഇതാണ് കോപ്പർ വൈൻഡിങ് ആണ്. പിന്നെ ഈ ഗോൾഡൻ കളറിലെ സാധനത്തിന് പറഞ്ഞവരാണ് കമ്മ്യൂട്ടേറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റർ എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ? AC നെ DC ആക്കി കൺവേർട്ട് ചെയ്യാൻ. AC നെ DC ആക്കാൻ. DC മെഷീൻ ആണിത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ഇടുന്നത് AC ആയിരിക്കും. പക്ഷെ നമ്മുടെ DC മെഷീൻ ആയതുകൊണ്ട് AC നെ നമുക്ക് DC ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കൺവേർട്ടർ ആണ് കമ്മ്യൂട്ടേറ്റർ. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നമ്മളിപ്പോ കമ്മ്യൂട്ടേറ്റർ, ബ്രഷ്, അത് ഇത് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു മെഷീൻ അയച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഇത് ഈ പാർട്ടാണ്, ഇത് ഈ പാർട്ടാണെന്നൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഷാഫ്റ്റ്. ഈ കാണുന്നത് കഴിഞ്ഞൊരു സിൽവർ കളറിലെ സംഭവം കാണില്ലേ, അതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കണക്ഷൻ ആണ്. ഷാഫ്റ്റിലാണ് നമ്മൾ ലോഡ് വെക്കുന്നത്, ലോഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഈ വൈൻഡിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾ ഇത് ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ഇതാണ് ആർമേച്ചർ വൈൻഡിങ്. ഓക്കെ, അപ്പം ഈ വൈൻഡിങ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കിക്കോളൂ, ഈ ഫിഗർ നോക്കിക്കോളൂ. അപ്പം ഇതില് ഇവിടെ നോക്കിക്കേ, ഇതിനാണ് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഒരു വൈൻഡിങ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, ഇതിനാണ് പറയുന്നത് ഒരു കോയിൽ അല്ലെങ്കിൽ ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് ഒരു കോയിൽ അല്ലെങ്കിൽ ടേൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈഡ്, ഈ കോയിലിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടിലായിരിക്കും, അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ലോട്ടിലായിരിക്കും. പഴയ ഫിഗറിലോട്ട് ഒന്നുകൂടെ പോവാം, നോക്കിക്കോ. ഇതാണ് ഒരു കോയിൽ, ഈ കംപ്ലീറ്റ് ആണ് ഒരു കോയിൽ. ഓക്കെ, ഈ കോയിലിന്റെ ഒരു കോയിൽ അല്ലെങ്കിൽ ടേൺ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ടേൺ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ടേണില്
Z is equal to 2T എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ പഠിച്ചു. Z എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ Z എന്ന് പറഞ്ഞാൽ 2T ആ. ഒരു ടേൺ T ഈക്വൽ ടു 1, ടേൺ എന്ന് പറഞ്ഞാൽ 1 ആവുമ്പോ Z എത്രയാവും? Z ഈക്വൽ ടു 2 ആവും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഒരു ടേണിൽ അപ്പൊ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ടേൺ 1 ആവുമ്പോ കണ്ടക്ടേഴ്സ് 2 ആവും. ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ എപ്പോഴും ഇപ്പൊ ഫൈനൽ ഇയർ കഴിഞ്ഞവർക്കും തെറ്റുന്ന കാര്യമാണ്. ടേൺ എന്താ, കണ്ടക്ടേഴ്സ് എന്താണല്ലോ. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലും പെട്ടെന്ന് കാര്യങ്ങൾ ഫൈനൽ ഇയർ വരെ നിൽക്കുള്ളതാണ്. മെഷീൻ ഡിസൈൻ, സിസ്റ്റം ഡിസൈൻ ഒക്കെ. അപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തെറ്റരുത്. അപ്പൊ ഒരു ടേൺ എന്ന് പറഞ്ഞാല് 2 കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ടേൺ, ഒരു ചുറ്റ്, ടേൺ എന്ന് പറഞ്ഞാൽ അത് തന്നെ മീനിങ്. ഒരു ചുറ്റി വെക്കുമ്പോ ഈ സൈഡിലും ഒരു കണ്ടക്ടർ ഉണ്ട്, ഈ സൈഡിലും ഒരു കണ്ടക്ടർ. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ടേണും കോയിലും. മീൻസ് ടേണും കോയിലും സെയിം ആണ്. കണ്ടക്ടറിന് പറയുന്ന പേരാണ്, വേറൊരു പേരാണ് കോയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ കോയിലിന്റെ ഒരു സൈഡ്. നോക്കിക്കോ, ഇതിന് കണ്ടക്ടർ എന്ന് പറയുന്ന വേറൊരു പേരാണ് കോയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൽ, ദിസ് ഇസ് വൺ കോയിൽ, ആ കോയിലിന്റെ ഒരു സൈഡാണ് കോയിൽ സൈഡ്. ഓക്കെ, ഇനിയിപ്പൊ നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കോളൂ. ഈ നേരത്തെ ഇവിടെ എന്റെ മൗസ് ഈ ഫിഗർ നോക്കിക്കോളൂ. ഇവിടെ ഒരു കോയിൽ മീൻസ് ഒരു സൈഡില്, ഒരു സ്ലോട്ടില് ഒരു കണ്ടക്ടർ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരു കോയിൽ സൈഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഒരു സ്ലോട്ടില് 3 കോയിൽ സൈഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ലോട്ടില് ഒരു കോയിൽ സൈഡും പ്ലേസ് ചെയ്യാം, എത്ര നമ്പർ ഓഫ് കോയിൽ സൈഡ്സ് വേണേലും പ്ലേസ് ചെയ്യാം. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ മെഷീനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഇതേ കാര്യങ്ങൾ നോക്കിക്കോളൂ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ വിച്ച് ടേക്ക് ദ ആക്റ്റീവ് പാർട്ട് ഓഫ് ദ എനർജി കൺവേർഷൻ പ്രോസസ് ഇസ് കോൾഡ് കണ്ടക്ടർ. നമുക്കറിയാം ആക്റ്റീവ് എനർജി കൺവേർഷൻ കണ്ടക്ടറിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത് കണ്ടക്ടറിലാണ്. നമുക്കറിയാം കണ്ടക്ടർ കട്ട്സ് ദ ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഇനി കോയിൽ ആൻഡ് വൈൻഡിങ്. കോയിൽ എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടേഴ്സ്. ഇവിടെ നോക്കിക്കോളൂ, ഫിഗർ കാണുന്നില്ലേ നിങ്ങള്? ഫിഗർ കാണുന്നില്ലേ? ഫിഗർ കാണുന്നില്ല. ഓക്കെ, ഈ 2 കണ്ടക്ടർ, AB എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ ആണ്, അല്ലെങ്കിൽ കോയിൽ സൈഡ് ആണ്. CD എന്ന് പറഞ്ഞൊരു കോയിൽ സൈഡ് ആണ്. അത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് പറയുന്നത് എന്താ? ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിൽ ക്യാൻ ബി സിംഗിൾ ടേൺ കോയിൽ ഓർ മൾട്ടി ടേൺ കോയിൽ. സിംഗിൾ ടേൺ കോയിൽ ആവാം അല്ലെങ്കിൽ മൾട്ടി ടേൺ കോയിൽ ആവാം. നിങ്ങൾ ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും നോക്കിക്കേ. ഈ സൈഡിൽ ഒരു സിംഗിൾ ടേൺ മുമ്പ് ഞാൻ കാണിച്ചത് തന്നെ, പക്ഷെ ഇവിടെ എന്തുണ്ട്? കുറെ കോയിൽ സൈഡ്സ് ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഈ കോയിൽ സൈഡ് ഒക്കെ എന്താ ഒരു ടേപ്പ് വെച്ച് ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് അതിന് പറയുന്ന പേരാണ് എന്താ? മീൻസ് എന്നിട്ട് നമ്മൾ എന്ത് വെക്കും? ആർമേച്ചറിന്റെ സ്ലോട്ടിലോട്ട് നോക്കിക്കോ. ഞാൻ ഇവിടെ 3 കോയിൽ സൈഡ്സ് ആണുള്ളത്. ഈ 3 കോയിൽ സൈഡ്സിനെ കൂടെ ഞാൻ ഒരു ടേപ്പ് വെച്ച് വൗണ്ട് ചെയ്തു. എന്നിട്ടായിരിക്കും ഞാൻ എവിടെ വെക്കുക? ഒരു ആർമേച്ചർ സ്ലോട്ടിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം കോയിൽസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേൺ കോയിലും ഉണ്ട്, മൾട്ടി ടേൺ കോയിലും. ഒറ്റ ടേണിൽ എനിക്ക് വെക്കാം, എത്ര നമ്പർ ഓഫ് ടേൺസ് വേണേലും വെക്കാം. ഓക്കെ, അപ്പൊ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ക്ലിയർ ആയോ? ഇനി ഫസ്റ്റ് ഫിഗർ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഈ സ്ലോട്ടിൽ എത്ര കോയിൽ സൈഡ്സാ വെച്ചേക്കുന്നത്? ഒരുപാട് കോയിൽ സൈഡ്സ് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒരുപാട് കോയിൽ സൈഡ് ഒന്നിച്ച് വൗണ്ട് ചെയ്ത് ടേപ്പ് വെച്ച് വൗണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇൻസുലേഷനാണ്. ഓക്കെ, അങ്ങനെ വൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ലോട്ട്സിൽ പ്ലേസ് ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? എന്താണ്? 2 കാര്യങ്ങളായി പറഞ്ഞുള്ളൂ, കണ്ടക്ടർ ഓർ കോയിൽ സൈഡ്, കോയിൽ ഓർ ടേൺ. ഈ 2 കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ട് നമ്മുടെ ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ ആൽബർട്ട്? യെസ് മിസ്. സൽമാൻ?
Yes, ma'am. സൽമാൻ, സൂര്യ. മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് ടേംസ് ആണ്. ഓക്കെ, ആ ടേംസ് എന്ന് പറഞ്ഞാല് കോയിൽ പിച്ച്. ഫസ്റ്റ് ടേം ഈസ് കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ. ഓക്കെ, കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ, 3 ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരേപോലുള്ളത്. അത് 3 തമ്മിൽ നമുക്ക് ഡിഫറെന്റ് എന്താണ് കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇസ് ദ കോയിൽ. നിങ്ങൾ ബുക്കിലും കൂടെ നോട്ട് ചെയ്തോളൂ. കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ, ബ്രാക്കറ്റില് YS. ബുക്കിലും കൂടെ എഴുതിക്കോളൂ കേട്ടോ. പറയുന്നത് മാത്രം എഴുതിയാൽ മതി. കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ, ബ്രാക്കറ്റില് ക്യാപിറ്റൽ Y സഫിക്സ് S. കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കോയിൽ എന്ന് പറഞ്ഞാല് മീൻസ് 2 കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കോയിൽ സൈഡ്സ് കൂടെ ചേർന്നാണ് ഒരു കോയിൽ. അപ്പം ഒരു കോയിലിന്റെ 2 കോയിൽ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ. ഓക്കെ, അതാണ് YS വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു കോയിലിന് 2 സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ യൂഷ്വലി അത് പറയുന്നതെന്ന് പറഞ്ഞാല് എത്ര സ്ലോട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സ്ലോട്ട്സ് ആണ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രി ആണ്, അങ്ങനെയാണ് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരാം, ഫിഗർ കാണിച്ചു തരാം. അപ്പം എക്സാമ്പിൾ, എന്റെ ഒരു കോയിൽ 2 കോയിൽ സൈഡ് ഉണ്ട്. ഒരു കോയിലിന്റെ ഒരു കോയിൽ സൈഡ് ഇവിടെയും അടുത്ത കോയിൽ സൈഡ് ഞാൻ വൗണ്ട് ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കി ഇങ്ങനെ പോയി, ഇതിപ്പോ തൊട്ടടുത്താണ്. ഓക്കെ, പക്ഷെ ഞാൻ ഇങ്ങനെയാന്ന് വെച്ചു, ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് എന്റെ ഒരു കോയിൽ കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു കോയിൽ സൈഡ് ഇവിടെയും ഒരു കോയിൽ സൈഡ് ഇവിടെയാ. അപ്പം എത്ര സ്ലോട്ട്സിന്റെ വ്യത്യാസത്തിലാണത്? ഓക്കെ, അതിനെയാണ് പറയുന്നത് എന്താ കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. എത്ര സ്ലോട്ട്സിന്റെ വ്യത്യാസത്തിലാണ് ഈ കോയിൽ സൈഡ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ആംഗിൾ ഉണ്ട്, മെക്കാനിക്കൽ ആംഗിൾ ഉണ്ട്. 2 തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആംഗിളിൽ നമ്മൾ പറയുന്നത് θE എന്നാണ്. മെക്കാനിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് θM ആണ്. ഓക്കെ, അത് നമ്മുടെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിക്കും. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ പഠിക്കും. θM തമ്മിലുള്ള റിലേഷൻ θM/180 ഡിഗ്രി ആണ്. അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. θM × P/2 ആണ് പഠിക്കും. വെയിറ്റ് അതൊക്കെ പഠിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 2 കോയിൽ സൈഡ്സും തമ്മിലുള്ള ഡിഫറൻസ്, എത്ര സ്ലോട്ട്സ് ആണ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രി ആണ്, അതിന് പറയുന്ന പേരാണ് എന്താ കോയിൽ സ്പാൻ. അപ്പം കോയിൽ സ്പാൻ പറയുന്ന വേറൊരു പേരാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ YS ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്പാൻ ആയതുകൊണ്ടാണ് S ഡിനോട്ട് ചെയ്തത്. ഒരിക്കലും YC കോയിൽ ആയതുകൊണ്ട് YC എന്ന് ഡിനോട്ട് ചെയ്ത. YC എന്ന് പറഞ്ഞാല് വേറൊരു സംഭവമാണ്, ദാറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റർ പിച്ച് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ എഴുതിയെടുക്കാൻ തന്നെ പറഞ്ഞത്. YS ഈസ് ദ കോയിൽ സ്പാൻ. കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാല് നോക്കിക്കോളൂ, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് സ്ലോട്ട്സ് പെർ പോൾ ആണ്. എത്ര സ്ലോട്ട്സ് ഉണ്ട്, എത്ര പോൾ ഉണ്ട്. അപ്പൊ സ്ലോട്ട്സ് പെർ പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കോയിൽ പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാൻ കിട്ടുക. അപ്പൊ ഈ സ്ലോട്ട്സ് പെർ പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ ഇതിന് പറയുന്നത് എന്ന് വെച്ചാൽ ഫുൾ പിച്ച് കോയിൽ എന്ന് പറയും. ഓക്കെ, ഫുൾ പിച്ച് കോയിൽ എന്ന് പറയും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 2.5 അല്ലെങ്കിൽ 3.5 ആണെങ്കിൽ ഹോൾ നമ്പർ അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറയുന്ന ഫ്രാക്ഷണൽ പിച്ച് കോയിൽ അല്ലെങ്കിൽ കോഡഡ് കോയിൽ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് കോയിൽ. ജസ്റ്റ് കേട്ടോ, ഞാൻ എന്താണ് കറക്റ്റ് ആയിട്ട് കാണിച്ചു പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഇപ്പം കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ച് കാണാൻ വേണ്ടിയിട്ട് സ്ലോട്ട്സ് പെർ പോൾ കണ്ടുപിടിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് നമ്പർ ഓഫ് പോൾസ് 4 പോൾ മെഷീനാണ്. നിങ്ങൾ എഴുതിയെടുത്തോളൂ. അല്ലെങ്കിൽ
Wait. നിങ്ങൾ എഴുതിയെടുത്തോളൂ. കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ എഴുതിയെടുത്തില്ലേ? അത് നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ പോലെ എഴുതിയെടുത്തോളൂ നിങ്ങൾ. The armature of a DC generator has the armature of a DC machine has 10 slots. 10 slots. Calculate the coil pitch. For a number 1 2-pole machine. Number 2 4-pole machine. Number 2 4-pole machine. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഒരു DC ജനറേറ്റർ ആണ്, DC മെഷീൻ, ജനറേറ്ററോ മോട്ടറോ എന്തോ ആയിക്കോട്ടെ, ഒരു DC മെഷീനാണ്. ആ DC മെഷീന് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ DC മെഷീൻ ജനറേറ്റർ ഹാസ് 10 സ്ലോട്ട്സ്. അപ്പം ഇതിന്റെ ആർമേച്ചറില്, ആണെങ്കിൽ 10 സ്ലോട്ട്സ് ഉണ്ട്. 1 2 3 4 5 6 10 സ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈക്വൽ ടു 10. ഇതെന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോയിൽ പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാൻ YS ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഈ മെഷീൻ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ 2-pole മെഷീൻ ആണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു 2 ആണെങ്കിൽ, പോൾസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പോൾസ് ആണ്. നമ്മൾ ആദ്യം ഫിഗർ വരച്ചപ്പോ, കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതാ, എന്താ പറയാ, ഇങ്ങനെ മാഗ്നറ്റിക് പോൾസ് ഇരിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതാണ് മാഗ്നറ്റിക് പോൾസ്. നോർത്ത് പോള്, സൗത്ത് പോള്, നോർത്ത് പോള്, സൗത്ത് പോള്. ഇതിന് നടുക്കായിരിക്കും എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആർമേച്ചർ വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസ് അവര് പറഞ്ഞത് 2-pole മെഷീൻ ആണ്. അപ്പൊ ഈ 2-pole മെഷീൻ ആണെങ്കിൽ സ്ലോട്ട്സ് പെർ പോൾ എത്രയായിരിക്കും? സ്ലോട്ട്സ് 10 ആണ്, പോള് 2 ആണ്, അപ്പം 5 ആണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ദാറ്റ് ഈസ് എ ഫുൾ പിച്ച് വൈൻഡിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് പറഞ്ഞാൽ, സ്ലോട്ട്സ് പെർ പോൾ 2 പോളാണുള്ളത്. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ആണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. അപ്പൊ സ്ലോട്ട്സ് പെർ പോൾ ആകെ 10 സ്ലോട്ട്സ് ആണുള്ളത്. അപ്പൊ 10 സ്ലോട്ട്സ് ആവുമ്പോ അതിന്റെ പകുതി സ്ലോട്ട്സ്, ഒരു പോളിന്റെ അണ്ടറിൽ എത്ര സ്ലോട്ട് വരും? 5 സ്ലോട്ട് വരും. അടുത്ത പോളിന്റെ അണ്ടറിൽ 5 സ്ലോട്ട് വരും. ക്ലിയർ ആയോ? അപ്പം ഇത് തമ്മിലുള്ള ഇലക്ട്രിക്കൽ ആംഗിൾ എത്രയായിരിക്കും? 180. മീൻസ് ഇത് നമ്മൾ ആംഗിൾ, ഇലക്ട്രിക്കൽ ആംഗിൾ പോട്ടെ, നിങ്ങൾ ഇലക്ട്രിക്കൽ ഒന്നും പഠിച്ചില്ല, ആംഗിൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം 2 കോയിൽ സൈഡ്സ് തമ്മിൽ ഉള്ള ആംഗിള് 180 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഫുൾ പിച്ച് കോയിൽ. അപ്പൊ എന്താ ഫുൾ പിച്ച് കോയിൽ എന്ന് മനസ്സിലായോ? ഫുൾ പിച്ച് കോയിൽ എന്താന്ന് മനസ്സിലായോ? അജ്മൽ ക്ലിയർ ആയോ? അത് പറയുന്നത് ഫുൾ പിച്ച് കോയിൽ. സ്ലോട്ട്സ് പെർ പോളിന് ഹോൾ നമ്പർ വന്നു. അപ്പൊ കോയിൽ സ്പാൻ എന്താന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാല് ഒരു കോയിൽ സൈഡും അടുത്ത കോയിൽ സൈഡ്സും തമ്മിൽ എന്തായിരിക്കണം? അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് പറയുന്നത് കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്. അപ്പൊ ആ കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച് എന്നുള്ളതെന്ന് പറഞ്ഞാല് ഹോൾ നമ്പർ വരികയാണെങ്കിൽ അതിന് പറയാണ് ഫുൾ പിച്ച് കോയിൽ. ഇനിയിപ്പോ രണ്ടാമത്തെ കേസ് അവർ പറഞ്ഞേക്കാണ്
നമ്പർ ഓഫ് പോൾസ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ എന്താ സംഭവിക്കാൻ വേണ്ടി? സ്ലോട്ട്സ് മാറുന്നില്ല, അത്രയും സ്ലോട്ട്സ് ആണ്. പക്ഷേ ഞാൻ പുതിയൊരു മെഷീനാണ് എടുത്തത്. ആ മെഷീന്റെ പോൾസ്, നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ എനിക്ക് സ്ലോട്ട്സ് പെർ പോൾ എന്ത് വന്നു? ഒരു പോളിന്റെ അണ്ടറിൽ എത്ര സ്ലോട്ട്സ് വന്നു പറഞ്ഞേ? 10/4 ഈക്വൽ ടു 2.5 എന്ന് പറഞ്ഞാൽ 4 പോളുള്ള മെഷീനാണ്. ഒരു നോർത്ത് പോള്, ഒരു സൗത്ത് പോള്, ഒരു നോർത്ത് പോള്, ഒരു സൗത്ത് പോള്. അപ്പം ഒരു പോളിന്റെ അണ്ടറില് മീൻസ് ഹോൾ നമ്പർ അല്ല വന്നത്, 2.5 ആണ്. അപ്പൊ എന്തായിരിക്കത്തില്ല, കറക്റ്റ് 180 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വൈൻഡിങ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഹോൾ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2, ഫോർ എക്സാമ്പിൾ എന്റേത് നമ്പർ ഓഫ് പോൾസ് എന്നുള്ളത് അല്ല, നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്നുള്ളത് 12 ആയിരുന്നെങ്കിൽ 12/4 ഈക്വൽ ടു 3 കിട്ടി. അപ്പൊ ഒരെണ്ണത്തിന് അണ്ടറിൽ 3, അടുത്തതിന് 3, അടുത്ത 3 സ്ലോട്ട്സ് ആയിട്ട് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 2.5 ആയതുകൊണ്ട് എന്താ, 2.5 സ്ലോട്ട്സ് ഒന്നും അങ്ങനെ കേട്ടിട്ടുണ്ടോ? 2.5 സ്ലോട്ട് ഒന്നും ഇല്ല. 2.5 സ്ലോട്ട് ഒന്നുമില്ല. ഒരിടത്ത് ഇപ്പൊ 2 സ്ലോട്ട് ആയിരിക്കും, ഒരു സ്ഥലത്ത് 2 സ്ലോട്ട് ആയിരിക്കും, അടുത്തടുത്ത് 3 സ്ലോട്ട് ആയിരിക്കും, അടുത്തടുത്ത് 2 സ്ലോട്ട് ആയിരിക്കും, അടുത്തടുത്ത് 3 സ്ലോട്ട് ആയിരിക്കും. എനിക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായിരിക്കത്തില്ല, കറക്റ്റ് 180 ഡിഗ്രിയിൽ എന്റെ കോയിൻസൈഡ്സ് വരില്ല. ഓക്കെ, കാരണം അത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓരോന്നിൻ്റെതിലും കറക്റ്റ് കോയിൽസ് എനിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കോയിൽ പറയുന്നവരാണ് സ്ലോട്ട്സ് പെർ പോൾ വരുമ്പോ ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ, ഈ മീൻസ് ഹോൾ നമ്പർ അല്ലെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് or corded winding or short pitched winding. ഇതൊക്കെ സെയിം കാര്യമാണ് നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ലപോലെ മനസ്സിലായ എന്താണ് കോയിൽ സ്പാൻ എന്നും എന്താ ഫുൾ പിച്ച് വൈൻഡിങ്ങും എന്താ ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് എന്നും മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Yes, miss. Yes, ma'am. Yes, miss. അപ്പോ ഞാൻ ഒന്നുകൂടെ പ്രസന്റ് ചെയ്ത് കാണിക്കാതെ സ്ലൈഡ്. ഒരു കോയിൽ സൈഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു കോയിൽ സൈഡും അടുത്ത കോയിൽ സൈഡും തമ്മിൽ കറക്റ്റ് 180 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ that is called full pitch winding. Okay, coil pitch പോൾ. ഇനിയും അടുത്തൊരു നോക്കിക്കോളൂ. അടുത്തൊരു ടേം ആണ് പോൾ പിച്ച്. പോൾ പിച്ച്. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ that is angular distance between central line of one pole to the central line of next pole. രണ്ട് പോൾസിന്റെ ഇടയ്ക്കുള്ള പിച്ച് എന്നൊക്കെ പറയുന്ന ഡിസ്റ്റൻസിനെയാണ്. ഓക്കെ, കോയിൽ പിച്ചാലും പോൾ പിച്ചാലും കമ്മ്യൂട്ടർ പിച്ചാലും എല്ലാം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ രണ്ട് പോൾസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് എന്താ, പോൾ പിച്ച്. രണ്ട് പോൾസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങള് എന്താ പറയാ, ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നത് ഒരു പോളിന്റെ നടുക്കുന്ന് അടുത്ത പോളിന്റെ നടുക്കോട്ടുള്ള ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് രണ്ട് പോളിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് പോൾ പിച്ച്. അപ്പൊ അതായിരിക്കും വൈറ്റ് പി. പോൾ പിച്ച് ബ്രാക്കറ്റില് വൈറ്റ് പി. പോൾ പിച്ചിന്റെ ബ്രാക്കറ്റില് വൈറ്റ് പി എന്ന് എഴുതിക്കോളൂ. It is a distance measured. It is a distance between central line of one pole to the central line of next. It is a distance between central line of one pole to the central line of next.
is the distance between central line of one pole to the central line of next. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. When coil for full pitched winding, ഒരു full pitched winding ആണെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു, ഫുൾ പിച്ച്ഡ് എന്ന് പറഞ്ഞു, ഫ്രാക്ഷണൽ പിച്ച് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഫോർ എ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് പോൾ പിച്ച് ഈസ് ഈക്വൽ ടു കോയിൽ പിച്ച്. പോൾ പിച്ച് ഈസ് ഈക്വൽ ടു കോയിൽ പിച്ച്. പോൾ പിച്ചും കോയിൽ പിച്ചും സെയിം ആയിരിക്കും. For a full pitched winding, pole pitch is equal yp equal to ys. Full pitched winding ile pole pitch um coil pitch അല്ലെങ്കിൽ coil span ഉം സെയിം ആയിരിക്കും. yp equal to ys. തൊട്ടടുത്ത എഴുതിക്കോളൂ സെന്റൻസ് ആയിട്ട്. For a fractional pitch winding, 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 in the fractional pitch winding എങ്ങനെ ആയിരിക്കും? ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് എങ്ങനെ ആയിരിക്കും? എന്ത് കുറവ് മീൻസ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? ypയും ysഉം സെയിം ആയിരിക്കുമോ? yp is not is equal to ys. yp is equal not equal to ys. yp is not equal to ys. Okay. ഇനി നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പൊ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആണെങ്കിൽ, ഒരു ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആണെങ്കിൽ നോക്കിക്കോളൂ. പോൾ, ദിസ് ഇസ് ദ പോൾ പിച്ച്. ഒരു നോർത്ത് പോളും സൗത്ത് പോളിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് പോൾ പിച്ച്, yp എന്ന് പറയുന്നത്. ഈ ypയും കോയിൽ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോയിൽ സൈഡും ഒരു ടേണിന്റെ അല്ലെങ്കിൽ ഒരു കോയിലിന്റെ ഒരു കോയിൽ സൈഡും അടുത്ത കോയിൽ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കോയിൽ പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാൻ എന്നുള്ളത്. അത് രണ്ടും എന്തായിരിക്കും? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കോളൂ, ദിസ് ഈസ് ദ പോൾ പിച്ച്. ഇതാണ് പോൾ പിച്ച്. രണ്ട് പോൾസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് പോൾ പിച്ച്. ഇവിടുത്തെ yp ഇതാണ്. പക്ഷെ കോയിൽ സ്പാൻ നോക്കിക്കോളൂ, ys അല്ലെങ്കിൽ കോയിൽ പിച്ച് ys എന്താ? ysഉം പോൾ പിച്ചും സെയിം ആണോ? കാണുന്നുണ്ടോ നിങ്ങള്? ആദിൽ കാണുന്നുണ്ടോ? ഇവിടെ ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്? പോൾ പിച്ച് അല്ലേ? പോൾ പിച്ച് ഏതാ ഇതില്? മറ്റേ വൈൻഡിങ്ങിന്റെ അവിടെ ഏതാ? ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ്? ഇവിടെ രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്, yp ഉണ്ട്, ys ഉണ്ട്. ഇതിൽ ഏതാണ് പോൾ പിച്ച്, ഏതാണ് കോയിൽ പിച്ച്? yp ഇല്ല, yp is a പോൾ പിച്ച്. അതാണോ കൂടുതൽ, ys ആണോ കൂടുതൽ? ys ആണോ കൂടുതൽ? നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കൂ. ys ആണോ കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്? ys കുറവല്ലേ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലേ? yp കൂടുതലാണ്, ys കുറവാണ്. അപ്പം കോയിൽ പിച്ച് കുറവാണ്, അപ്പം കോയിൽ സ്പാൻ കുറവാണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്താ? ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. കോയിൽ പിച്ച് കുറവാകുമ്പോൾ ദാറ്റ് ഈസ് എ ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. yp ആണ് ഇവിടെ കൂടുതൽ. അപ്പൊ ശരിക്കും വരണ്ടെന്ന് പറഞ്ഞാൽ ഇത് 180 ഡിഗ്രി ആയിരുന്നു വരേണ്ടത്. 180 ഡിഗ്രിനെക്കാട്ടും കുറച്ച് വാല്യൂ കുറഞ്ഞു വന്നു. ദാറ്റ് അപ്പൊ ഇങ്ങനെയുള്ള വൈൻഡിങ് ആണ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. അല്ലെങ്കിൽ പോൾ പിച്ചും കോയിൽ പിച്ചും സെയിം ആണെങ്കിൽ അതാണ് ഫുൾ പിച്ച്ഡ് വൈൻഡിങ്. അപ്പം ക്ലിയർ ആയോ എന്താ ഫുൾ പിച്ച്ഡ് വൈൻഡിങ്, എന്താ ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ് എന്ന്? ക്ലിയർ ആയോ? ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്തോളൂ നിങ്ങൾ. ഈ ഫിഗർ ഇത് രണ്ടും വരച്ചെടുത്തിട്ട് ypയും ysഉം മാർക്ക് ചെയ്തോളൂ.
ഈ രണ്ട് ഫിഗറും വരച്ചെടുത്തിട്ട് YP YSO അതിൽ മാർക്ക് ചെയ്തോളൂ. എന്നിട്ട് ഇതിന്റെ താഴെ എഴുതുക ഫുൾ പിച്ച്ഡ് വൈൻഡിങ്, full pitched winding, full pitched, full pitched. This is the short pitched. Short pitched. എഴുതിക്കോളൂ നിങ്ങൾ. ഷോർട്ട് പിച്ച്ഡ്, ഷോർട്ട് പിച്ച്ഡ് എന്ന് എഴുതുക. ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലായി എന്താണ് പോൾ പിച്ച്, എന്താണ് കോയിൽ പിച്ച് എന്നുള്ളത്. ഇതുപോലെ ഇനി കുറെ പിച്ചുകളുണ്ട്. ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ആദ്യം 1-2 ടേം നല്ല ക്ലിയർ ആയാലേ ബാക്കി ടേം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ അവസാനം കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതിനാണ് ഞാൻ ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനം കാണിച്ച് പറയുന്നത്. ആർമേച്ചർ വൈൻഡിങ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചിട്ട് പറയുന്നു. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. അടുത്ത ഹെഡിങ് ആണ് സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഒരു സ്ലോട്ടിൽ, ദിസ് ഈസ് വൺ സ്ലോട്ട്, ഇതൊരു സ്ലോട്ടാണ്. ഈ സ്ലോട്ടില്, ഇതാണ് ഒരു സ്ലോട്ട്, ഈ സ്ലോട്ടില് ഒരു കോയിൽ സൈഡ് മാത്രമേ വെക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ ലെയർ വൈൻഡിങ്. എളുപ്പമാണ്. ഒരു സ്ലോട്ടില് ഒരുപാട് കോയിൽ സൈഡ്സ് വെക്കുകയാണ്, 2 കോയിൽ സൈഡ്സ് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡബിൾ ലെയർ വൈൻഡിങ്. ഇവിടെ നോക്കിക്കോ, മുകളിലും താഴെയും, ഒരു മുകളിലുള്ള കോയിൽ സൈഡും വെക്കുന്നുണ്ട്, താഴെ ഒരു കോയിൽ സൈഡും വെക്കുന്നുണ്ട്. ഒരു ഇതിലെന്നുള്ള ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം ഒരു സൈഡിനും അടുത്തതും കൂടെ മുകളിലും താഴെയായിട്ട് കണ്ടക്ടേഴ്സ് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡബിൾ ലെയർ വൈൻഡിങ്. മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരെണ്ണം വെക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ സിംഗിൾ ലെയർ, 2 വെക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഡബിൾ ലെയർ വൈൻഡിങ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ലെയർ വൈൻഡിങ് നോക്കിക്കോളൂ. സിംഗിൾ ലെയർ സ്ലോട്ടാണ്. ഈ സ്ലോട്ടിൽ ഒരു കോയിൽ സൈഡ് മാത്രമേ ഞാൻ പ്ലേസ് ചെയ്യുന്നുള്ളൂ. അതാണ് സിംഗിൾ ലെയർ വൈൻഡിങ്. ഓരോന്നിലും ഓരോന്നും മാത്രമേ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ആണ് സിംഗിൾ ലെയർ വൈൻഡിങ്. ഡബിൾ ലെയർ വൈൻഡിങ് നോക്കിക്കോളൂ, മുകളിലും ഉണ്ട് ഒരു കോയിൽ സൈഡ്, താഴെയുണ്ട്, 2 ഉണ്ട് അല്ലേ. ഒരെണ്ണം മുകളിലായിട്ടും ഒരെണ്ണം താഴെയായിട്ടുമാണ് പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഡബിൾ ലെയർ വൈൻഡിങ്.
നമ്മളിപ്പോ വൈൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല് അതൊരു കോമൺ പ്രൊസീജിയർ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. വൈൻഡിങ് ചെയ്യുമ്പം ഞാൻ ഈ മുകളിലുള്ള കോയിൽ സൈഡ് ഇങ്ങനെ പോയിട്ട് അടുത്ത സ്ലോട്ടിൽ കൊണ്ടുപോകണമല്ലോ. അടുത്ത സ്ലോട്ടിൽ എടുക്കുന്നത് ഇതിന്റെ ബാക്കി കോയിൽ സൈഡ് ടേൺ കംപ്ലീറ്റ് ആകുന്നു. അടുത്ത എവിടെയാണോ വെക്കുന്നത് അതിനെ താഴോട്ടായിരിക്കും വെക്കുക. ക്ലിയർ ആയോ? ഇത് ഇപ്പം ഇതൊരു സ്ലോട്ട്, ഇത് വേറൊരു സ്ലോട്ടാണെന്ന് വെച്ചു, വേറെ എവിടെയെങ്കിലും ഉള്ള സ്ലോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു കോയിൽ സൈഡ് എടുക്കുക. എന്നിട്ട് ഈ വൈൻഡിങ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു സ്ലോട്ടിലായിരിക്കണം എൻ്റെ ബാക്കി പകുതി ഇരിക്കുന്നത്. ആ പകുതിയുടെ താഴോട്ടായിരിക്കും. ഇത് മുകളിലാണെങ്കിൽ ഇതെന്നുള്ളത് താഴെയായിരിക്കും. പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വേറെ ഒരു സ്ലോട്ടിൽ കൊണ്ട് താഴെ വെക്കും. അടുത്തത് ഇതിന്റെ മുകളിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഇങ്ങനെയായിരിക്കും. ദാറ്റ് മീൻസ് ഒരു കോയിൽ സൈഡ് മുകളിലാണെങ്കിൽ, ഒരു സ്ലോട്ടിൽ മുകളിലാണ് വെച്ചേക്കുന്നെങ്കിൽ അതിന്റെ അടുത്ത കോയിൽ സൈഡ് അടുത്ത സ്ലോട്ടിൽ താഴെ ആയിരിക്കും വെക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ വൈൻഡിങ് മൗണ്ട് ചെയ്യുക. ഇതൊരു ജനറൽ കാര്യമാണ്. അല്ലാണ്ട് ഇത് നമ്മൾ അപ്പൊ സിംഗിൾ ലെയർ വൈൻഡിങ് എന്താ, ഡബിൾ ലെയർ വൈൻഡിങ് എന്താന്ന് ക്ലിയർ ആയല്ലോ. ദ വൈൻഡിങ് എന്ന് പറഞ്ഞാല് കോയിൽ സൈഡ്സ് ഓക്യുപ്പൈസ് ദ ടോട്ടൽ സ്ലോട്ട് ഏരിയ. ഒരു സ്ലോട്ടില് ഒരു കോയിൽ സൈഡ് മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സിംഗിൾ ലെയർ വൈൻഡിങ്. ഒരു സ്ലോട്ട് കണ്ടെയ്ൻസ് 2 ലെയർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ 2 ലെയർ വൈൻഡിങ് ഓർ ഡബിൾ ലെയർ വൈൻഡിങ്. സിംഗിൾ ലെയർ വൈൻഡിങ് നമ്മൾ സ്മോൾ മെഷീൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ലെയർ വൈൻഡിങ് യൂസ് ചെയ്യാം. കാരണം നമുക്കറിയാം സ്മോൾ മെഷീൻസ് ആകുമ്പോൾ അതിന്റെ റേറ്റിംഗ് കുറവായിരിക്കും, കുറച്ച് EMF ഒക്കെ മതി. അപ്പൊ സിംഗിൾ ലെയർ വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ മെഷീൻസിലായിരിക്കും. ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കണ്ടക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. കണ്ടക്ടേഴ്സ് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന EMF ഔട്ട്പുട്ടും കൂടും. അപ്പം ഡബിൾ ലെയർ വൈൻഡിങ് ഒക്കെ യൂസ് ചെയ്ത് ഹൈ കപ്പാസിറ്റി മെഷീൻസിലായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഫിഗർ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിംഗിൾ ലെയർ വൈൻഡിങ്. നോക്കിക്കോളൂ, എന്താണ് സിംഗിൾ ലെയർ വൈൻഡിങ്, എന്താണ് ഡബിൾ ലെയർ വൈൻഡിങ്. ദിസ് ഈസ് എ ഡബിൾ ലെയർ വൈൻഡിങ്. ഒരു ടോപ്പ് ലെയറും കാണും, ബോട്ടം ലെയറും കാണും. സിംഗിൾ ലെയർ വൈൻഡിങ്ങിൽ ഒറ്റ ലെയർ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം ഒരുപാട് ലെയേഴ്സ് മീൻസ് ഒരു ടോപ്പ് ലെയറും ബോട്ടം ലെയറിലും എത്ര കണ്ടക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. എല്ലാത്തിലും 2 കണ്ടക്ടേഴ്സ് മാത്രം ആയിരിക്കത്തില്ല, എത്ര കണ്ടക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പം ക്ലിയർ ആയോ എന്താ സിംഗിൾ ലെയർ വൈൻഡിങ്, എന്താ ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് കോയിൽ പിച്ച് ദാറ്റ് ഈസ് YS, പോൾ പിച്ച് YP, ദെൻ എന്താണ് ഫുള്ളി പിച്ച്ഡ് കോയിൽ, എന്താണ് ഷോർട്ട് പിച്ച്ഡ് കോയിൽ, എന്താണ് സിംഗിൾ ലെയർ വൈൻഡിങ്, എന്താണ് ഡബിൾ ലെയർ വൈൻഡിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സില് ലാപ്പ് ആൻഡ് വേവ് വൈൻഡിങ് പഠിക്കും. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞ സംഭവമാണ് അതും, പിന്നെ ലാപ്പ് ആൻഡ് വേവ് വൈൻഡിങ്, ഇക്വലൈസറിങ് പഠിക്കും. എന്നാലും ഒരു കാര്യം കൂടെ നിങ്ങൾ കമ്മ്യൂട്ടേറ്റർ പിച്ചും കൂടെ എഴുതിയെടുത്തോളൂ. അപ്പം പിന്നെ എനിക്ക് ഈ ഫിഗർ വെച്ച് തന്നെ പറഞ്ഞു തരാം. ഒരു കമ്മ്യൂട്ടേറ്റർ പിച്ച് നമ്മൾ എഴുതിയെടുത്തോളൂ. കമ്മ്യൂട്ടേറ്റർ പിച്ച് ബ്രാക്കറ്റിൽ YC, കമ്മ്യൂട്ടേറ്റർ പിച്ച് ബ്രാക്കറ്റില് YC. കമ്മ്യൂട്ടേറ്ററിന്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ, COMMUTATOR. കമ്മ്യൂട്ടേറ്റർ പിച്ച് ബ്രാക്കറ്റില് YC. എളുപ്പമൊന്നുമില്ല കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നിങ്ങളുടെ കമ്മ്യൂട്ടേറ്റർ. ഈ ഗോൾഡൻ കളറിലിരിക്കുന്ന സാധനമാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പം ഞാനിപ്പോ എൻ്റെ ഒരു കോയിൽ ഇതാണ്. നോക്കി, ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു കോയില് ഇങ്ങനെ വന്ന് ഈ സ്ലോട്ടിലാണ് അടുത്ത കോയിൽ വെച്ചേക്കുന്നത് അല്ലെ. അപ്പോ ഈ 2 കോയിലും എന്നുവെച്ചാൽ ഒരു കോയിലിന്റെ 2 കോയിൽ സൈഡിനിടയ്ക്ക് എത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് വരുന്നുണ്ട്, ആ ഡിസ്റ്റൻസിനാണ് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ. ഈ 2 ഇതൊരു കോയിലാണ്, ഇതൊരു കോയിൽ സൈഡാണ്, ഇതൊരു കണ്ടക്ടറാണ്.
അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തേക്കാം. ഇതിനിടയ്ക്ക് എത്ര നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് വരുന്നുണ്ട് അതെണ്ണി എടുക്കുക. ആ ഒരു ഡിസ്റ്റൻസിനാണ് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ പിച്ച്. ക്ലിയർ ആയോ എന്താ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന്? അമൽ ക്ലിയർ ആയോ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്താന്ന്? YC ക്ലിയർ ആയോ? Yes, miss. അപ്പൊ ഞാൻ എഴുതിയെടുത്തോളൂ. The commutator pitch is the number of commutator segments. Commutator pitch is the number of commutator segments. Commutator pitch is the number of commutator segments. Number of commutator segments spanned by each coil of the winding. Spanned by each coil of the winding. Spanned by each coil of the winding. Miss, ഒന്നും കൂടി പറയാം. Commutator pitch is the number of commutator segments spanned by SPANNED, spanned by each coil of the winding. Each coil of the winding. യൂഷ്വലി നമ്മൾ DC മെഷീൻസിൽ എത്ര കോയിൽസ് ഉണ്ട്, എത്ര കോയിൽസ് ആണുള്ളത് അത്ര നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ DC മെഷീനിലെ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞാൽ 20 ആണെങ്കിൽ, ഇപ്പൊ നമ്പർ ഓഫ് കോയിൽസ് 20 ആണെങ്കിൽ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടാവും പറഞ്ഞേ? 20 കോയിൽസ് ആണെങ്കിൽ അവിടെ എത്ര കോയിൽ സൈഡ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും? പറയേ. അയ്യോ, നമ്പർ ഓഫ് കോയിൽസ് ഈക്വൽ ടു 20, എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടാവും? 40. 40. കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടേൺ ആണ് കോയിൽ എന്ന് പറയുന്നത്. കോയിൽ എന്ന് പറയുമ്പോൾ ചുറ്റിയിരിക്കുന്ന ഒരു സാധനമാണ് കോയിൽ. അപ്പൊ അതിനൊക്കെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടാവും? ഒരു സൈഡിൽ ഒരെണ്ണം, അടുത്ത സൈഡിൽ ഒരെണ്ണം. കോയിൽ സൈഡ്സ്, ഒരു കോയിൽ 2 കോയിൽ സൈഡ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് കോയിൽസ് 20 ആണെങ്കിൽ നമ്പർ ഓഫ് കോയിൽ സൈഡ്സ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഈക്വൽ ടു 40 ആണ്. അത് ചിന്തിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് പറഞ്ഞാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ 20 കോയിൽ സൈഡ് ഉള്ള ഒരു മെഷീന്, DC മെഷീന് 20 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒരു ഫിഗർ, ഈ ഫിഗർ നോക്കിക്കോളൂ. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഫിഗറിൽ ഇതൊരു കോയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന്. ഞാൻ ഈ ഒരു കോയിൽ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ കോയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഇതൊരു കോയിൽ സൈഡ്. ഈ കോയിലിന്റെ ഒരു സൈഡ്, അതെ ഇത് ഇതിന്റെ മുകളിൽ കൂടെ വലിച്ചെന്ന് വെച്ചോ. ഇതൊരു കോയിലിന്റെ കോയിൽ സൈഡാണ്. ആ കോയിൽ ഇങ്ങനെ വന്ന് അടുത്ത സ്ലോട്ടിൽ വേറൊരു സ്ലോട്ടിൽ പോയിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണേ. കംപ്ലീറ്റ് ചെയ്ത് അത് പിന്നെ അവന് അടുത്ത കോയിൽ സൈഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇത് ഈ ഒരു കംപ്ലീറ്റ് ആണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു കോയിൽ സൈഡ്, ഒരു കോയിൽ എന്ന് പറയുന്നത് 2 കോയിൽ സൈഡ് ചേർന്നാണ് ഒരു കോയിൽ. അപ്പം ഒരു കോയിൽ, ഓരോ കോയിലും ഇവിടെ നോക്കിക്കോ എത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റാ? ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് കോയിലിനും ഇവിടെ ഓരോ, ഇത് താഴെ കാണുന്ന ഇതാണ് എന്ത്? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. ഓരോ കംപ്ലീറ്റ് കോയിലിനും ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാല് നമുക്കറിയാം ഈ കമ്മ്യൂട്ടേറ്റർ വഴി, ബ്രഷ് വഴിയാണ് ഈ കറണ്ട് പുറത്തോട്ട് ഒഴുകുക. ഈ കണ്ടക്ടേഴ്സിലാണ് EMF ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. EMF ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന EMF എങ്ങനെയാ കിട്ടുക? കറണ്ട് ആയിട്ടല്ലേ കിട്ടുക.
എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ആയിരിക്കും ഇത് ഫ്ലോ ചെയ്യാം. അപ്പൊ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? ഇതിൽ കൂടെ വന്ന് കോയിലാണ് EMF ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടായി ഇങ്ങനെ പുറത്ത് കമ്മ്യൂട്ടേറ്റർ വഴി ഒഴുകിയാണ് പോകുന്നത്. ഇതാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. ഇതുവഴി ഫ്ലോ ചെയ്ത് ഇതിന്റെ കോണ്ടാക്ട് ആണ് എന്താ? ബ്രഷ്. നമ്മൾ പറഞ്ഞു ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്, സ്പാർക്കിംഗ് ഒഴിവാക്കാൻ നമ്മൾ ബ്രഷ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ കോണ്ടാക്ട് ആണ് ബ്രഷ്. ഇതുവഴി ബ്രഷ് വഴി പുറത്തോട്ട് പോകും. അപ്പം നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ കൂടെ എന്ത് ചെയ്യില്ല, ഒരു കണ്ടക്ടറിൽ കൂടെ നമുക്ക് കറണ്ട് എടുക്കാൻ പറ്റില്ല. കറണ്ട് എപ്പോഴും ക്ലോസ്ഡ് പാത്തിൽ കൂടെ അല്ലേ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പം ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞ ഒരു കോയിലാണ്. കോയിൽ സൈഡ് അല്ല ക്ലോസ്ഡ് പാത്ത്. ഒരു കോയിലാണ് ഒരു ക്ലോസ്ഡ് പാത്ത്. അപ്പൊ ആ ക്ലോസ്ഡ് പാത്തിൽ കൂടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ ഓരോ ക്ലോസ്ഡ് പാത്തിനും എന്ത് വേണം? ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് വേണം. അപ്പൊ ഫോർ എ DC മെഷീൻ നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? നമ്പർ ഓഫ് കോയിൽസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞാൽ ടേൺസ് എന്ന് തന്നെയാണ്. കോയിൽ ടേൺ എന്ന് പറഞ്ഞാൽ സെയിം കാര്യമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഇത്രയും മതിന് ബാക്കി നാളെ. ഇതൊക്കെ ഇന്ന് മാത്രം പഠിക്കേണ്ട കാര്യമല്ല, ഇതെന്നും അറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇലക്ട്രിക്കൽ പഠിക്കുന്ന കാലം വരെയും അറിയേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്താണ് കോയില്, എന്താണ്